മോഹൻലാലിൻ്റെ യോദ്ധ സിനിമയുടെ ഫൈറ്റ് രംഗങ്ങളുടെ ഒരു ഫുൾ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മാർഷൽ ആർട്സിൽ പ്രത്യേകിച്ച് നമ്മളെ കളരിയിൽ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ നല്ല രീതിക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സിനിമയാണ്. അത് മാത്രമല്ല മോഹൻലാൽ നല്ല പെർഫെക്റ്റ് രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ നമ്മൾ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ വളരെ മനോഹരമായിട്ട് മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഓരോ ഫൈറ്റ് രംഗങ്ങളായിട്ട് നമുക്കത് നോക്കാം. ഈ സീനിൽ കാണുന്ന ഇങ്ങനെ നമ്മൾ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള വഴി ആദ്യം പറയാം. ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള ഇങ്ങനെ ബലപ്പിച്ച് പിടിച്ചു. ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ഇയാൾ കഴുത്ത് പിടിച്ച് താഴ്ത്തി കളയും. അപ്പോൾ നമുക്ക് ശ്വാസം മുട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പെട്ടെന്ന് ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഇയാളെ ഒരു വിരലിൽ പിടിച്ചിട്ട് ഒറ്റ ഒടുപ്പൊടിച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഈ ഒരു ലോക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഒന്നുകൂടെ നോക്കാം. ഇങ്ങനെ പിടിച്ച് ഈ രീതിയിലാണ് നമുക്ക് എടുത്ത് കളയാൻ പറ്റുന്നത്. ഒന്നുകൂടെ നോക്കാം. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇനി കുറച്ച് രീതികളുണ്ട്. ഇനി കുറച്ച് രീതിയിൽ നമുക്ക് ഇതിനെ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ എല്ലാം പ്രാക്ടിക്കലി കൃത്യമായിട്ട് നടക്കണമെന്നില്ല. ഏറ്റവും പ്രാക്ടിക്കലാണ് ആദ്യം കാണിച്ചത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴുത്തിൽ പിടിച്ചിട്ട് നമ്മൾ വലതേ കാല് ഇയാളുടെ കാലിൻ്റെ മധ്യത്തൂടെ ബാക്കിലോട്ട് നീക്കി ഇയാളുടെ ഇപ്പുറത്ത് അടിച്ച് കളയുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മളിങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ എടുത്ത് ഇപ്പുറത്ത് കളയും. ഇങ്ങനെ പിടിക്കുന്നു, വേറൊരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത് സാധാരണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇയാളുടെ തലയിൽ കയറി പെട്ടെന്ന് പിടിക്കുക. നമ്മൾ ഈ വലത് കാല് ഒഴിഞ്ഞ് ഇയാളുടെ മുട്ടിൻ്റെ ഇപ്പുറത്ത് വയ്ക്കുക. എന്നിട്ട് ഈ കൈയെടുത്ത് പെട്ടെന്ന് ഒറ്റയടിക്ക് ഇയാളെ മുട്ടിൽ പിടിച്ചിട്ട് പൊക്കി ഇങ്ങോട്ട് ഈ രീതിയിൽ നമുക്ക് ഇയാളെടുത്ത് തറയിലടിക്കാം. തറയിലടിച്ച് കാണിക്കാത്തതാണ്, പിന്നെ പിടിച്ച് വയ്ക്കുകയല്ല, തറയിലെടുത്ത് കാണിക്കുക. ഇതാണ്, അതായത് മലത്തിക്കൊപ്രയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഒന്നുകൂടെ കാണിക്കാം. ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഫസ്റ്റ് നമ്മൾ അടി കാലുകൊണ്ട് തടയും. അടുത്തത് തട്ടി എടുത്ത് ഇവിടെ നിന്ന് വലത് കൈ ഇങ്ങനെ കയറ്റി ഈ കൈയെടുത്ത് ഇയാളെ ഇവിടെ നിന്ന് ഇടിച്ച് നമ്മൾ വീണ് കഴിഞ്ഞാൽ ഇയാളെ നമുക്ക് വേണമെങ്കിൽ പിടിക്കുകയോ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ മാറിപ്പോവുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ പക്ഷേ ഈ കൂട്ട് ഈ മലത്തിക്കൊപ്ര സാധാരണ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുള്ളത് വേറൊരു രീതിയിലാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്. അടിച്ചേ തട്ടി പിടിച്ച് ഇപ്പം നമ്മൾ ചെയ്തത് തട്ടി ഇത് ഒരു മലത്തിക്കൊപ്രയുടെ ഒരു വെർഷനാണ്. ഇത് ഈ സിനിമയിൽ അല്ലാതെ കാണിക്കുന്നുണ്ട്. അതൊന്ന് നോക്കാം. അടിച്ച് തട്ടി ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ എടുക്കും. ഈ രീതിയും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇത് അതുപോലെ എടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ അത് നമ്മൾ ലോക്ക് ചെയ്തെടുക്കുക. അതായത് വലത് കൈ കൊണ്ട് ഈ ഭാഗത്തൊരു തട്ട് കൊടുത്ത് ഈ കൈ എടുത്ത് ഈ കൈ രണ്ട് ചേർത്ത് വെച്ച് നമ്മൾ ബാക്കിലോട്ടൊന്ന് മാറി ഈ കാല് വലത് കാല് പുറകിലോട്ട് വെച്ച് ഇയാളങ്ങ് തറയിൽ. ഇതാണ് നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്നത്. ഇതാണ് കാണിക്കുന്നത്. ഇത് ഒന്നുകൂടെ നോക്കാം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മേൽ കത്രിക പൂട്ടുണ്ട്. നമ്മൾ വലത് കൈ അടിയിലും ഇടത് കൈ താഴെ വെച്ചിട്ട് മേൽ കത്രിക. ഈ മേൽ കത്രികയിൽ ഈ അടി തട്ടിയിട്ട് തട്ടി അവിടെ നിന്ന് ഇവിടെ പിടിച്ച് ഇവിടെയും പിടിച്ച് നമ്മൾ ഇങ്ങനെ എടുക്കും. ഈ ഒരു ഭാഗത്ത് നമ്മളെ റിസ്റ്റിൻ്റെ ഭാഗത്ത് പിടിച്ച് നമ്മൾ കറങ്ങി ഇപ്പുറത്ത് കയറും. ഇവിടെ കയറിയതിന് ശേഷം നമ്മൾ കാല് പൊക്കി ഇയാളെ ഇവിടെ ചവിട്ടുകയോ തലയിൽ ചവിട്ടുകയോ അല്ലെങ്കിൽ നമുക്ക് ഈ കാല് ഇങ്ങിട്ട് ഈ കൈ വളച്ചതാ ഈ പൂട്ടിൽ നിർത്താം.
ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് തലയിൽ അടിക്കേ ഉള്ളൂ. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് നമ്മളെ കമഴ്ത്തിക്കൊപ്രയുടെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇത് കമഴ്ത്തിക്കൊപ്ര, നേരത്തെ ചെയ്തത് മലത്തിക്കൊപ്ര. ഈ രീതിയിലാണ് ചെയ്യുന്നത്. നല്ല പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. മോഹൻലാൽ നല്ല രീതിക്ക് അത് കാണിച്ചിട്ടുണ്ട്. അതായത് ഒന്നുകൂടെ നമ്മൾ ആദ്യം വലതുകാല്, നമ്മൾ അകങ്കാലടിയാണ്. അകങ്കാലടിച്ച് മുഖത്താണ് അടിക്കുന്നത്. ഞാൻ ജസ്റ്റ് മാറി കാണിക്കുന്നതാണ്. അകങ്കാലടിച്ച് തിരിഞ്ഞ് പുറംകാല്, ഈ രീതിക്കാണ് ചെയ്യുന്നത്. അകങ്കാല് തിരിഞ്ഞ് പുറംകാല്. അത് നല്ല പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്, നല്ല ശരീരം വഴങ്ങുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് മോഹൻലാൽ നല്ല രീതിക്ക് അതിൽ ചെയ്തിട്ടുണ്ട്. കൈ ഇങ്ങനെ പിടിച്ച് മാറ്റിയിട്ട് ഇതാണ് നേർകാല്. നമ്മുടെ വടക്കനിലെ നേർകാല് ഫസ്റ്റ് നമ്മൾ ബേസിക്കലി ആദ്യം എടുക്കുന്ന കാലാണ് നേർകാല്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കാല് അടിച്ച് നമ്മളെ ഈ തോളിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് കാലിൻ്റെ പത്തി വരുന്ന രീതിയിൽ അടിച്ച് ശീലിക്കണം. ആ സമയത്ത് നമുക്ക് ഒരു മുഖം ചേർത്ത് നിൽക്കുന്ന ഒരാളിനെ നമുക്ക് നിന്നുകൊണ്ട് തന്നെ വലതുകാല് പൊക്കി അടിക്കാൻ പറ്റും. കാരണം ഇതും നല്ല പ്രാക്ടീസ്, നാളുകൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ കാല് വഴങ്ങി ഇങ്ങ് വരുള്ളൂ. അതും നല്ല പെർഫെക്റ്റ് രീതിയിൽ മോഹൻലാലിൽ കാണിക്കുന്നു. ഈ രീതിയിലാണ് ചെയ്യുന്നത്. അതായത് സൈഡ് മറിഞ്ഞിട്ട് ഫ്രണ്ട് ഡൈവ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇതും നമ്മൾ സാധാരണ ഈ കളരിയിൽ നമ്മളെപ്പോഴും ഈ ഷോയിൽ കാണുന്നതാണ് ഈ മറച്ചിലുകൾ. അപ്പോൾ ഈ മറച്ചിലുകളുടെ ഉപയോഗമാണ് നമുക്കിപ്പം ഈ ഒരു പാർട്ടിൽ, ഈ ഒരു സിനിമയുടെ ഒരു പാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് സൈഡ് മറിഞ്ഞതിന് ശേഷം ഫ്രണ്ട് ഡൈവ് ചെയ്ത് കാലുകൊണ്ട് നെഞ്ചിൽ ഈ മർമ്മ ഭാഗത്തായിട്ട് അടിച്ചിങ് വരുന്നത്.